ഇവിൽ ജ്ഞാനത്തിൻ്റെ സുഗന്ധം നിറഞ്ഞിരുന്ന വിവേകഗ്രാം എന്ന ഗ്രാമത്തിൽ അർജുൻ എന്ന യുവ അന്വേഷകൻ താമസിച്ചിരുന്നു. തിരഞ്ഞെടുപ്പുകളുടെ വഴിത്തിരിവിൽ നിൽക്കുന്ന അർജുൻ ബഹുമാനപ്പെട്ട സെൻ മാസ്റ്ററായ ഗുരു ചന്ദ്രനിൽ നിന്ന് മാർഗനിർദ്ദേശം തേടി. അർജുനന്റെ അനിശ്ചിതത്വം മനസ്സിലാക്കിയ ഗുരു ചന്ദ്ര ശരിയായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ചുള്ള കാലാതീതമായ ജ്ഞാനം നൽകാൻ തീരുമാനിച്ചു. 1. നിശബ്ദതയിൽ സ്വയം കേന്ദ്രീകരിക്കുക. ഗുരുചന്ദ്രൻ അർജുനനെ ശാന്തമായ ധ്യാനസ്ഥലത്തേക്ക് ആവാഹിച്ചുകൊണ്ട് ആദ്യത്തെ ചുവടുവയ്പ്പിനെക്കുറിച്ച് സംസാരിച്ചു. നിശബ്ദതയിൽ സ്വയം കേന്ദ്രീകരിക്കുക. അർജുൻ യജമാനൻ തുടങ്ങി. എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഉള്ളിൽ ഒരു ശാന്തമായ ഇടം കണ്ടെത്തുക. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തിൻ്റെ മന്ത്രിപ്പുകൾ നിങ്ങൾ കേൾക്കും. ബാഹ്യ സ്വാധീനങ്ങളുടെ ശബ്ദം മങ്ങുകയും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദവുമായി ബന്ധപ്പെടുകയും ചെയ്യട്ടെ. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രതിധ്വനിക്കുന്നു. ഗുരു ചന്ദ്രനാൽ നയിക്കപ്പെട്ട അർജുൻ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ നിശബ്ദത കൊണ്ടുവരുന്ന വ്യക്തത കണ്ടെത്തി. 2. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കുക. അവർ ഗ്രാമത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഗുരുചന്ദ്രൻ 2ാം ഘട്ടത്തിന് ഊന്നൽ നൽകി. ഉദ്ദേശങ്ങൾ വ്യക്തമാക്കി. അർജുൻ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുക. എന്താണ് നിങ്ങളെ നയിക്കുന്നത്? അത് ആധികാരികത, ദയ, ലക്ഷ്യബോധം എന്നിവയിൽ വേരൂന്നിയതാണോ? നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കുക. നിങ്ങളുടെ യഥാർത്ഥ അഭിലാഷങ്ങളുടെ വെളിച്ചത്താൽ മുന്നോട്ടുള്ള പാത പ്രകാശപൂരിതമാകും. തൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥ മൂല്യങ്ങളുമായി തീരുമാനങ്ങളെ വിന്യസിക്കുന്നതിൻ്റെ ശക്തി മനസ്സിലാക്കി. 3. അനന്തരഫലങ്ങൾ കണക്കാക്കുക. ഊർജ്ജസ്വലമായ ചന്തസ്ഥലത്ത് ഗുരുചന്ദ്രൻ 3ാം ഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചു. അനന്തരഫലങ്ങൾ തൂക്കി നോക്കുന്നു. അർജുൻ ഓരോ തീരുമാനവും അനന്തരഫലങ്ങൾ വഹിക്കുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളുടെ അലയൊലികൾ നിങ്ങളെയും മറ്റുള്ളവരെയും പരിഗണിക്കുക. അത് യോജിപ്പാണോ, അസ്വാരസ്യം കൊണ്ടുവരുമോ? അനന്തരഫലങ്ങൾ മുൻകൂട്ടി കാണുന്നതിലൂടെ നിങ്ങളുടെ തീരുമാനങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കും. അനന്തരഫലങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലുറപ്പിച്ച അർജുൻ വിശാലമായ വീക്ഷണത്തോടെ തീരുമാനങ്ങളെ സമീപിക്കാൻ തുടങ്ങി. 4. നിങ്ങളുടെ അവബോധം ശ്രദ്ധിക്കുക. ഒരു പുരാതന വേപ്പുമരത്തിൻ്റെ തണലിൽ ഗുരുചന്ദ്രൻ 4ാമത്തെ പടി പങ്കിട്ടു. അവബോധം ശ്രവിച്ചു. അർജുൻ നിങ്ങളുടെ ഉള്ളിൽ അവബോധജന്യമായ ഒരു കോമ്പസ് വസിക്കുന്നു. അതിൻ്റെ സൗമ്യമായ മാർഗനിർദ്ദേശം ശ്രദ്ധിക്കുക. പലപ്പോഴും ശരിയായ തീരുമാനത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ ഹൃദയ വികാരമാണ്. നിങ്ങളുടെ അവബോധത്തിൻ്റെ മന്ത്രങ്ങൾ വിശ്വസിക്കുക. കാരണം അത് തിരഞ്ഞെടുപ്പുകളുടെ കൈടലിലെ ഒരു വഴിവിളക്കാണ്. അർജുൻ അവബോധവുമായി സ്വയം പൊരുത്തപ്പെട്ടു. തീരുമാനമെടുക്കുന്നതിൽ ഒരു പുതിയ ആത്മവിശ്വാസം അനുഭവിച്ചു. 5. വർത്തമാന നിമിഷം സ്വീകരിക്കുക. നക്ഷത്രനിബിഡമായ ആകാശത്തിനടിയിൽ ഗുരുചന്ദ്രൻ 5ാമത്തെ ഘട്ടം വെളിപ്പെടുത്തി. വർത്തമാന നിമിഷത്തെ ആശ്ലേഷിച്ചു. അർജുൻ തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്നു. ഭൂതകാലത്തിൻ്റെ ഭാരവും ഭാവിയുടെ അനിശ്ചിതത്വവും വിടുക. വർത്തമാന നിമിഷത്തെ സ്വീകരിക്കുക. കാരണം തിരഞ്ഞെടുക്കാനുള്ള ശക്തി അവിടെയാണ്. നിങ്ങൾ പൂർണ്ണമായി സന്നിഹിതരായിരിക്കുമ്പോൾ ശരിയായ തീരുമാനം വികസിക്കുന്നു. വർത്തമാനകാലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അർജുൻ അനിശ്ചിതത്വത്തിൻ്റെ ഭാരത്തിൽ നിന്ന് മോചിതനായി. ചന്ദ്രൻ അതിൻ്റെ സൗമ്യമായ പ്രകാശം വീശുമ്പോൾ ഗുരുചന്ദ്രൻ ഉപസംഹരിച്ചു. അർജുൻ നിശബ്ദതയിൽ സ്വയം കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കി. അനന്തരഫലങ്ങൾ തൂക്കി നോക്കിക്കൊണ്ട് നിങ്ങളുടെ അന്തർലീനങ്ങൾ ശ്രവിച്ചും വർത്തമാന നിമിഷത്തെ ആശ്ലേഷിച്ചും നിങ്ങൾ ജ്ഞാനത്തോടെ തിരഞ്ഞെടുപ്പുകളുടെ പാതയിൽ സഞ്ചരിക്കട്ടെ. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള യാത്രയിൽ ഈ ഘട്ടങ്ങൾ നിങ്ങളുടെ ദിശാസൂചകമാണ്. അർജുൻ ഇപ്പോൾ ജ്ഞാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഭാരമില്ലാത്ത ഹൃദയത്തോടെയും ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ മുന്നോട്ടു പോകാൻ തയ്യാറായ ആത്മാവോടെയും ഗ്രാമചതുരത്തിൽ നിന്ന് പുറപ്പെട്ടു. If you love to watch this video, you can like, share and subscribe.